നമസ്കാരം. PF റീജിയണൽ കമ്മീഷണർ KG വിനോദാണ് ഇന്ന് നമ്മുടെ വ്യൂവിലെ അതിഥി. സ്വാഗതം. ആദ്യം സാർ, ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. തൊഴിലില്ലായ്മ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാകുമ്പോഴും ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളെ കിട്ടാൻ ഇല്ലാതെ ഈ സംരംഭകരും ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പറഞ്ഞതുപോലെ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു സ്കീം വരുന്നത്. പ്രാഥമികമായി എന്താണ് ഈ സ്കീം, എന്താണ് ഈ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. ഈ സ്കീം ആഗസ്റ്റ് 2025 മുതൽ തുടങ്ങി 2027 വരെ സർവീസ് മേഖലയ്ക്കും അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നിർമ്മാണ മേഖലയ്ക്കും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം പുതിയതായി ആൾക്കാരെ ജോലിക്കെടുക്കുന്ന ഒരു സംരംഭകന് അതോടൊപ്പം തന്നെ അവിടേക്ക് വരുന്ന ആ തൊഴിലാളി രണ്ടു പേർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളതിനെ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും പറഞ്ഞിട്ടാണ് ഈ പദ്ധതിയുടെ ആ ഗുണങ്ങളെ നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ പാർട്ട് എ പറയുകയാണെങ്കിൽ പുതിയതായിട്ടൊരു തൊഴിലാളി ആഗസ്റ്റ് 2025 ജോലിക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ 6 മാസം തുടർച്ചയായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ആ 6-ാം മാസം അവസാനം അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും. തുടർന്നുള്ള ബാക്കി 6 മാസം, അതായത് മൊത്തത്തിൽ 12 മാസം അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ബാക്കി 2-ാം ഭാഗം, ആദ്യത്തെ മാസത്തെ ശമ്പളത്തിൻ്റെ 2-ാം ഭാഗം. അപ്പോൾ ഒരാൾ 15,000 രൂപ ശമ്പളത്തിന് വന്നു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ 7,500 രൂപ അദ്ദേഹത്തിന് കിട്ടും. വീണ്ടും ആ 12-ാം മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു 7,500 രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം അർഹനാവുകയാണ്. പക്ഷേ ഈ 7,500 രൂപ 12-ാം മാസം കഴിയുമ്പോൾ കൊടുക്കുന്നില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക സാക്ഷരതാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ലഘുവായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അത് നമ്മുടെ ഉമംഗ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ആ ആപ്പ് വഴി കയറിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പാസ്സാകും. അപ്പോൾ ഈ ടെസ്റ്റോടെ പാസ്സായി കഴിയുമ്പോൾ ആ തുക ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള ഒരു സ്കീമിലേക്ക് ഇട്ടിട്ട് അത് അദ്ദേഹത്തിന് പിന്നീട് കിട്ടുന്ന രീതിയിലാണ് ഈ പാർട്ട് എ നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇനി 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ ഉടമയെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ തൊഴിൽ ഉടമയ്ക്ക് അത് 50 പേരിൽ താഴെ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു 2 പേരെ അദ്ദേഹം പുതിയതായിട്ട് ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ, അപ്പോൾ ആ 2 പേരെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി അർഹത വരുന്നു. 50-ന് മേളിൽ അല്ലെങ്കിൽ 50 ഉള്ളൊരു സ്ഥാപനമാണെങ്കിൽ അവർ 5 പേരെ പുതിയതായിട്ട് ജോലിക്കെടുക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസിൽ ഏതാണോ അവർക്ക് ആപ്ലിക്കബിൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ആ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളിനെ എടുക്കുമ്പോൾ 10,000 രൂപ വരെ ശമ്പളമാണ് അദ്ദേഹം കൊടുക്കുന്നതെങ്കിൽ ഒരു തൊഴിലാളിക്ക് 1,000 രൂപ വെച്ച് അത് 3,000 രൂപ വരെ പരമാവധി പോകും. ഇപ്പോൾ ഇതിന് കണക്കാക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 1,00,000 രൂപ വരെ ശമ്പളത്തിനെടുക്കുന്ന തൊഴിലാളികളെക്കെല്ലാം ഈ ബെനിഫിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ അർഹനാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമാണ് എംപ്ലോയറെ സംബന്ധിച്ച് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് പൈസ നമ്മളെങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാനുമായിട്ട് ബന്ധപ്പെടുത്തിയ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഈ സ്കീം നടപ്പിലാക്കുന്നതിന് നമ്മൾക്ക് UAN എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുണ്ട്. അതുകൂടാതെ നമ്മൾ ആധാർ, പിന്നെ അവരുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഉമംഗ് ആപ്പ്, ഇതെല്ലാം വഴിയാണ് നമ്മൾ ഈ സ്കീം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമാവധി പുതിയതായ തൊഴിലാളികളെ ഇതിലേക്ക് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ നിർമ്മാണ മേഖലയിലും സർവീസ് മേഖലയിലും ഉള്ള മുഴുവൻ തൊഴിൽദാതാക്കളും അത് എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഒരു
എന്താണ് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഫോക്കസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഫോക്കസിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് കൂടുതൽ തൊഴിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ GDP-യുടെ 25% നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു 2047 നമുക്ക് വികസനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വലിയ രൂക്ഷമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണോ? അതെ, തൊഴിൽ എങ്ങനെയും വർദ്ധിപ്പിക്കുക. അപ്പോൾ അതിന് പരമാവധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വ്യവസായിയോ അല്ലെങ്കിൽ ഒരു തൊഴിലുടമയോ സംബന്ധിച്ചൊരു തൊഴിലാളി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വർഷമെങ്കിലും അവിടെ നിൽക്കാനുള്ള ഒരവസരം, അപ്പോൾ ഇങ്ങനൊരു ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാനും തൊഴിലുടമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സേവനം ഒരു വർഷ കാലയളവിലേക്ക് കിട്ടാനുമുള്ള, അപ്പോൾ ഇവർ തൊഴിലാളികളെ വന്നിട്ട് തൊഴിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അങ്ങനെയാണെങ്കിൽ എലിജിബിൾ അല്ല. അങ്ങനെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ 6 മാസം 12 മാസം എന്നുള്ള ആ കാലഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞ അതിനെ ഉദ്ദേശിച്ചാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? അതായത് ഈ പറഞ്ഞതുപോലെ 1 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്യണമെന്നുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും മാനദണ്ഡം ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീം ഉൾപ്പെടണമെങ്കിൽ? എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ പുതിയതായിട്ട് ആ ജോലിക്ക് വരുന്ന ഒരു എംപ്ലോയി ആയിരിക്കണം. നേരത്തെ ഒരു UN ഉണ്ടായിരുന്ന എംപ്ലോയി ആണെങ്കിൽ അത് കണക്കാക്കില്ല. അപ്പം നമ്മൾ പുതിയ എംപ്ലോയ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ കണ്ടിന്യൂഡ് വേറെ ഉണ്ടായിരുന്ന ഒരാളോ അല്ലെങ്കിൽ നേരത്തെ അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ആൾക്കോ കൊടുക്കുന്നതിലല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പലപ്പോഴും ഈ പറഞ്ഞ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ എംപ്ലോയീസിന് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനുമൊരു മാറ്റമുണ്ടാകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതായത് പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നീക്കം നടക്കും. അതെ, തീർച്ചയായിട്ടും പുതിയതായിട്ട് ഉള്ള ആൾക്കാരെ എടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിനെ അവരുടെ വ്യവസായത്തിന് വേണ്ടി പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുക, അവർ നല്ല തൊഴിലാളിയാണെന്ന് തോന്നുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവരെ എംപ്ലോയ് ചെയ്യുക. ഈ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷത്തോളം ഗവൺമെൻറ്റിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പീരീഡാണ് നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം. സർവീസ് മേഖലയ്ക്ക് 2 വർഷമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സ്കീമുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൊഴിലാളിയുടെ കഴിവിനെ ഉപയോഗിച്ച് അവരുടെ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് മേഖല ഏതാണോ അവരെ അവിടെ എംപ്ലോയ് ചെയ്യുന്നത് അത് വികസിപ്പിക്കുക എന്നുള്ളൊരു അവസരം തന്നെയാണ് മുതലാളി അല്ലെങ്കിൽ തൊഴിൽദാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു ഉണർവ് നൽകുന്ന ഒരു പാക്കേജ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ എംപ്ലോയി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ എംപ്ലോയി ഇതിനകത്ത് ഡയറക്റ്റായിട്ട് അദ്ദേഹം തന്നെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതോ ഈ എംപ്ലോയർ ആണോ ആ പുതിയ ഉദ്യോഗാർത്ഥിയെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടത്? നമ്മുടെ സ്കീം എന്ന് പറയുമ്പോൾ 20 പേരുള്ള സ്ഥാപനത്തിനാണ് PF ആക്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി വരുമ്പോൾ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് UN നമ്പർ അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ബാധ്യത തൊഴിലുടമയ്ക്കാണ്. നമ്മളെ സ്കീം നടപ്പിലാക്കുന്നത് തൊഴിലുടമ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തൊഴിൽദായകരുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു വരികയാണ്. ഈ ഒരു സ്കീമിനെ കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു പ്രചരണമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടോ ഈ തൊഴിൽദായകരെ സംബന്ധിച്ചിടത്തോളം? നമ്മൾ കുറേ പേരെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പലരും സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, അപ്പം നമ്മളൊരു വർഷത്തോളമായിട്ട് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം തിരുവനന്തപുരത്തെ തന്നെ ഒരു വലിയ സ്ഥാപനത്തിൽ ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ആൾക്കാരെ എടുക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അതവർ വന്നു കഴിഞ്ഞാൽ അവർ നിൽക്കില്ല. 3 മാസം കഴിയുമ്പോൾ, 4 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 മാസമൊക്കെ കഴിയുമ്പോൾ അവർ പോകുന്നു.
അപ്പോൾ നമ്മൾ ഈ സ്കീമിനെ കുറിച്ച് അന്ന് ഇതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് നല്ല സ്കീമാണ്, ഞങ്ങളത് എടുത്തിരിക്കും എന്ന് അന്നേ അവർ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറേ കൂടെ കൂടുതൽ ബെനിഫിറ്റ്സ് ചേർത്തിട്ടാണ് ഇപ്പോൾ സ്കീം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. മറ്റൊന്ന്, ഈ സ്ഥിരമായിട്ട് ജോലി, ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരുണ്ട്, സ്ഥിരം ജീവനക്കാരുണ്ട്, അപ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസം ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? അല്ല, പി എഫിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേ നമ്മൾ കാണുന്നുള്ളൂ. അവിടെ നമ്മൾ സ്ഥിരമെന്നോ താൽക്കാലികമെന്നോ കോൺട്രാക്റ്റ് എന്നോ കാഷ്വലെന്നോ ഡെയിലി റേറ്റ് എന്നോ പീസ് റേറ്റ് എന്നോ അങ്ങനെ ഒരു രീതിയിലും നമ്മൾ തൊഴിലാളിയെ തരംതിരിച്ച് കാണുന്നില്ല. നമ്മൾ ഒറ്റ കണ്ണിലേ കാണുന്നുള്ളൂ, അവരെല്ലാം തൊഴിലാളിയാണെങ്കിൽ അവരവിടെ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്മൾ പറയുന്ന ഈ വേതന പരിധിക്കുള്ളിൽ വരികയാണെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കണം എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിയമത്തിൻ്റെയും നിലപാട്. അതായത് എല്ലാ മേഖലയിലും ഈ പുതിയ തൊഴിൽ അന്വേഷകർക്കും അല്ലെങ്കിൽ തൊഴിൽദായകർക്കും ഇത് ബാധകമാണ്. പി എഫിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇ പി എഫ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ പി എഫ് അവർക്ക് ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുകയും വേണം, അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ GDPയും അതേ നിർമ്മാണ മേഖലയ്ക്കും എല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. അതായത് ഒരു പദ്ധതി കൊണ്ട് തന്നെ രണ്ടു പേർക്ക് ഗുണം വരികയാണ്. അതെ അതെ അതെ, ഒരു പദ്ധതി കൊണ്ട് ഒന്നിൽ കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഈ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു സംശയമുണ്ട്, ഇപ്പോൾ ഒരു സഹായം തന്നിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് തിരിച്ചു പിടിക്കുമോ? സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റിലായിരുന്നു ധനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. മാത്രമല്ല ആ സമയം മുതൽക്ക് തന്നെ ഇങ്ങനൊരു പദ്ധതി വരുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അധികം ആളുകളിലേക്ക് അങ്ങനെ കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന സാർ ഇപ്പോൾ ഈ ഒരു അഭിമുഖം കാണുന്ന വഴി കുറേയധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകും. അത്തരത്തിലൊരു പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ തൊഴിൽദായകരുമായിട്ടുള്ള എന്തായാലും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അതല്ലാതെ മറ്റെന്തെങ്കിലും പരിപാടി? അല്ല, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കീമിന് പരമാവധി പ്രചാരം കൊടുക്കാനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ നമ്മുടെ ഫീൽഡ് യൂണിറ്റുകളെല്ലാം അതിനു വേണ്ടിയിട്ട് പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നതുകൂടി. അപ്പം എല്ലാ രീതിയിലും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഈ 31-ാം തീയതിക്ക് മാക്സിമം ആൾക്കാരെ കണ്ടെത്തി ഈ സ്കീം പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ സമയം പരിധി വെച്ചിട്ടാണോ ഇപ്പോൾ ഇതിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അതെ, നമുക്ക് രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 31-ാം തീയതി വരെ ഇത് പ്രചരിപ്പിക്കുന്നതും അതിനുശേഷം ഇതിൻ്റെ പുതിയ UN ആക്ടിവേറ്റ് ചെയ്യുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ആദ്യം ബോധവൽക്കരണം നടത്തി എല്ലാവരെയും അറിയിച്ചതിന് ശേഷം ഓഗസ്റ്റ് 1 പുതിയ UN ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും അത് ബൾക്കായിട്ട് ചെയ്യിപ്പിക്കാനും അത് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ അതേ കണക്ക് തൊഴിലാളികൾ കൂടുതലുള്ള സാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് അത് ഊർജിതമായിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ പ്ലാന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽദായകർക്ക് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാനുമൊക്കെ ഈ ഒരു സ്കീം സഹായിക്കും എന്ന് വേണം കരുതാൻ, അതായത് വരുന്ന തലമുറയിലൊക്കെ. തീർച്ചയായിട്ടും അത് അവർക്കൊരു ബൂസ്റ്റായിരിക്കും. എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷ് കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു സ്കീമാണ്. ഏതാണ്ട് 99,000 കോടി രൂപ ആണ് ഗവൺമെൻറ് ഇതിനായിട്ട് നീക്കി വച്ചിരിക്കുന്നത്. ഒരു 3.5-3.5 കോടിയോളം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാർ ആദ്യം പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഉമാങ് എന്ന് പറയുന്ന ആപ്പിനകത്ത് കയറി ഒരു എക്സാം പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയാകുമോ? അതായത് ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഈ എന്താണ് അവരൊരു ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യാവലിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആർക്കും പരീക്ഷ പാസ്സാവാൻ എളുപ്പമായിരിക്കും, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ വരുന്ന ഇനിയുള്ള കാലങ്ങളിൽ, അതായത് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഈ ഒരു പദ്ധതി തന്നെ
ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പദ്ധതി തന്നെ കുറച്ചുകൂടെ വിപുലീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ നോക്കിയിട്ടേ നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും പദ്ധതികൾ ഉണ്ടായിരിക്കണം. ഒരു കാര്യം കൂടി, ഈ സാധാരണഗതിയിൽ ഈ പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് സാധാരണക്കാർക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള അഭിമുഖത്തിലൂടെയും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് സാറിന് കരുതുന്നുണ്ടോ? വ്യക്തിപരമായി കരുതുന്നുണ്ടോ? കുറച്ചുകൂടി നമ്മൾ ഡയറക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഡയറക്റ്റ് പേയ്മെന്റ് നടത്തുന്ന ഒരു സംവിധാനം. അത് ആധാർ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുക്കുന്നത്. എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാൻ ലിങ്ക്ഡ് അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അവർക്ക് പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റ് നൂലാമലകളൊന്നും തന്നെ ഉണ്ടാകില്ല, നേരിട്ടുള്ള കാര്യങ്ങളല്ല. അല്ല, വളരെ സ്മൂത്തായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സ്കീം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും? അല്ല, പരാതിക്ക് നമുക്ക് ഓൾറെഡി EPF IGMS CP ഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി പരാതികൾ അറിയിക്കാനും അതിനെ സമയബന്ധിതമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പരാതി വന്നാലും അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും, ഉടൻ നടപടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപാടി മുന്നോട്ട് പോകട്ടെ, കൂടുതൽ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ശരി, നന്ദി.